ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് വാട്ട് ഈസ് ഗ്രീൻ ചാനൽ സിസ്റ്റം, അങ്ങനെ 2-3 കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഇത് പേജ് നമ്പർ 85 ഗ്രീൻ ചാനൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ശരിക്കും പറയാൻ നൗ ദി ഗ്രീൻ ചാനൽ സിസ്റ്റം ഡസ് നോട്ട് എക്സിസ്റ്റ്, ഇൻസ്റ്റഡ് ഓൺലി സിംഗിൾ വിൻഡോ സിസ്റ്റം സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്ന് പറഞ്ഞ സംഭവം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഗ്രീൻ ചാനൽ സിസ്റ്റം ഇല്ല. ഇത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഗ്രീൻ ചാനൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി DIC എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്ററുകളിലെ ഗ്രീൻ ചാനൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു കൗണ്ടറുണ്ട്. ഈ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനെ ഒരു ഇൻഡസ്ട്രിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ദേ റിക്വയർ ഡിഫറെൻറ്റ് ഏജൻസീസിൽ നിന്നും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിക്വയർഡ് ഇൻ ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വി റിക്വേർഡ് ലോട്ട്സ് ഓഫ് ലൈസൻസും സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഈ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു സബ്മിറ്റ് ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻ ഫോം ഫോർ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ അപ്ലിക്കേഷൻ ഫോം, അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ നെസസറി ആയിട്ടുള്ള ലൈസൻസിൻ്റെ അപ്ലിക്കേഷൻ ഫോമിനും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനും വേണ്ടിയിട്ട് DICയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ആ DIC ടൈം ബൗണ്ടിൽ നമുക്ക് ഈ ഏതൊക്കെ സ്ഥലത്തു നിന്നൊക്കെയാണോ കൺസേൺ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം, ആ സ്ഥലത്തു നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ നമുക്ക് തരും. ഓക്കെ, ഇതിനെയാണ് ഗ്രീൻ ചാനൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അത് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആണ്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദേ റിക്വയർ ലോട്ട്സ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ലൈസൻസ് ഫ്രം ദി ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫോർ ദാറ്റ് പർപ്പസ് വി ഹാവ് ടു സബ്മിറ്റ് സെപ്പറേറ്റ് ഫോം ടു ദി ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണം. അതിന് പകരമായി നമുക്ക് കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടി DICയിലൊരു കൗണ്ടർ ഉണ്ട്. ഇപ്പോൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുക. മുമ്പ് അത് ഗ്രീൻ ചാനൽ സിസ്റ്റം ആയിരുന്നു. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ DIC നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഏതൊക്കെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റിനാണ് നമ്മൾ റിക്വയർ ചെയ്യുന്നത്, ആ സർട്ടിഫിക്കറ്റിന് സ്ഥലത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യും. അതാണ് ഇപ്പോൾ ഈ അക്ഷയയിൽ പോയിട്ട് നമുക്ക് എല്ലാ സാധനവും അക്ഷയെന്ന് ചെയ്യാൻ പറ്റില്ലേ. ലൈക്ക് വൈസ് DIC ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോം വേണ്ട സർട്ടിഫിക്കറ്റുകളും ലൈസൻസുകളും ഒക്കെ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ നമുക്ക് DICയിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പറയണത് 2 lakh നമ്മൾ പ്ലാൻ ആൻഡ് മെഷീനറി ആണെങ്കിൽ ഗ്രീൻ ചാനൽ സിസ്റ്റത്തിൽ ലൈസൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്താ പറയുക, ഗ്രീൻ ചാനൽ കൗണ്ടറാണ്. അത് ഇഫ് മോർ ദൻ 2 lakh ആണെങ്കിൽ ക്ലിയറൻസ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ബോർഡായിരുന്നു. ഇപ്പോൾ 2ഉം ഒന്നാണെന്ന് ആണ് നിലവിൽ നമ്മൾ അറിവ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഗ്രീൻ ചാനൽ സിസ്റ്റം അതെന്താണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺട്രപ്രനേഴ്സ് റിക്വയർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കറ്റ്. In order to apply to simplify the procedure, DICs open a separate counter. It's known as single window clearance counter. Earlier this is known as a green channel system. Through this channel, the entrepreneurs get all the necessary certificates and applications, all license and clearance certificate from the concerned agencies in time bound. ഓക്കെ, ഇതാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇതിനെയാണ് ഗ്രീൻ ചാനൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. നമുക്കറിയാം, ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു പാലാണല്ലോ. സോ നമുക്കറിയാം, മെജോറിറ്റി ഓഫ് ദി ഓൺട്രപ്രനേഴ്സിനെ ദി ആർ ഇൻട്രസ്റ്റഡ് ആണ്, ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ബേസിക് പ്രോബ്ലം എന്താ, അവരതിന് വേണ്ടിയിട്ട് ലോൺ അപ്ലൈ ചെയ്യും. ഓക്കെ, ഒരു ബിസിനസ് യൂണിറ്റ്സിന് ഫിനാൻസ് ആവശ്യമാണ്. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ ദി ഫോം ഓഫ് ലോൺ കിട്ടാൻ വേണ്ടി ബിസിനസ് യൂണിറ്റ്സ് അപ്ലൈ ചെയ്യും. ഈ അപ്ലൈ ചെയ്യുമ്പോൾ ദേ ഹാവ് ടു വെയിറ്റ് ലോങ് ടൈം ഗ്യാപ്പ്. അതായത് ദേ ഹാസ് എ ടൈം ലാഗ് ഉണ്ടാവാറുണ്ട് ഈ ലോൺ സാങ്ഷൻ ചെയ്യുന്നതും അതിൽ നിന്നും അത് ലോൺ കിട്ടുന്നതും തമ്മിൽ. അത് ഞാനൊരു ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് DICയിൽ നിന്ന് ഒരു ലോൺ വേണം, നമുക്ക് ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ 3, 4, 5 നിങ്ങൾക്ക് അറിയാം, ഈ ലൈഫ് മിഷൻ്റെ പദ്ധതിക്കൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും അവർക്ക് ലോൺ അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും കാലം അത് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ പോലെ. അതുപോലെ ഒരു ലോൺ അപ്ലൈ ചെയ്താൽ
ആൻഡ് ഇറ്റ് ടേക്ക് എ ലോങ് ടൈം ലാഗ് ഉണ്ടാവാറുണ്ട്. ഈ ടൈം ലാഗിൻ്റെ പീരീഡിൽ നമുക്ക് ആവശ്യമുള്ള, അതായത് ബിസിനസ്സിന് ആവശ്യമുള്ള അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്, ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇങ്ങനെ വെറുതെ കൊടുക്കുന്നില്ല. ആ ബ്രിഡ്ജ് ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ അവർ നമുക്ക് ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ കൊളാട്രൽ സെക്യൂരിറ്റിയുടെ 80% കൊളാട്രൽ സെക്യൂരിറ്റിയുടെ മുകളിൽ തരും. അതുപോലത്തെ പേഴ്സണൽ പർപ്പസിന് നമുക്ക് വേണമെങ്കിൽ ബ്രിഡ്ജ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം. ഈ ബ്രിഡ്ജ് ക്യാപിറ്റൽ ഷോർട്ട് ടേം പീരീഡാണ് ബാങ്ക് ലോൺ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള പീരീഡിൽ. അപ്പോൾ ഒരു ബാങ്കിൻ്റെ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് പീരീഡിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ ലോൺ അപ്ലൈ ചെയ്തു, അപ്പോൾ നമുക്ക് ലോണിന് കിട്ടാൻ കുറച്ച് സമയം പിടിക്കും. ആ ലോണിൻ്റെ പീരീഡിൽ നമുക്ക് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് നമുക്കൊരു ഷോർട്ട് ടേമിൽ ലോൺ അപ്ലൈ ചെയ്ത് തരും. അതിനെയാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 80% വരെ കിട്ടും. ബൊറോവേഴ്സിന് ഡിലേ, അതായത് നമുക്ക് സാങ്ഷൻ ലോൺ കിട്ടാനുള്ള ഡിലേ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ, ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജ് ക്യാപിറ്റൽ ഇസ് എ ബ്രിഡ്ജസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ടൈം ഓഫ് സാങ്ഷനിങ് ഓഫ് എ ലോൺ ആൻഡ് ദി ടൈം ഓഫ് റിസീവിങ് ദി ലോൺ. ടൈം സാങ്ഷൻ ചെയ്യുന്നതും ടൈം റിസീവ് ചെയ്യുമ്പോൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കാനാണ് എന്താണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നോർമലി കമ്പനീസ് ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോൺ യൂസ് ചെയ്യാറ്. നമുക്ക് കൊളാട്രൽ സെക്യൂരിറ്റി 80% തരാറുണ്ട്. ഷോർട്ടർ പീരീഡിലേക്ക് തരിക, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് തരിക, പേഴ്സണൽ പർപ്പസ് വേണമെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ളതൊരു നോട്ട്സാണ്. ഇത് മനസ്സിലായോ? ഇപ്പോൾ 2 കാര്യങ്ങൾ ഇന്നത്തെ നോട്ട് ക്ലാസ്സിൽ പറഞ്ഞത്. ഗ്രീൻ ചാനൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബാങ്കിന് ആവശ്യമുള്ള, അതായത് ഒരു ഓണ്ടർപ്രണർക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് പല സ്ഥലത്തും സാങ്ഷൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഫുഡിന് സാങ്ഷൻ വേണം, ലൈസൻസ്, രജിസ്ട്രേഷന്, അങ്ങനെ കുറേ കാര്യങ്ങൾ പല സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ട്. എല്ലാ സർട്ടിഫിക്കറ്റിലും ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, ഇനിയാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. നമുക്കറിയാം സീഡ് വിത്ത് വേണമല്ലോ. സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IDBI ആണ് നമുക്ക് ഈ എന്താണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ബാങ്കിൽ നിന്ന് ഫിനാൻസ് വേണം. അപ്പോൾ നമ്മളുടെ ഒരു ഫണ്ടിൻ്റെ എല്ലാ 100% ആര് തരില്ല, ബാങ്ക് തരില്ല. നമുക്കറിയാം, ഒരു ഹൗസിംഗ് ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാർ ലോൺ അപ്ലൈ ചെയ്താലും 80% അവർ തരുള്ളൂ. നമ്മളുടെ കയ്യിൽ 20% വേണം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നല്ല സ്കില്ലുണ്ട്, ഓണ്ടർപ്രണേഴ്സിന് നല്ല സ്കില്ലുണ്ട്, പക്ഷെ അവർക്ക് എന്തുണ്ടാവില്ല, സഫീഷ്യൻറ്റ് മണി ഇല്ലെന്ന് വിചാരിക്കുക അവരുടെ കയ്യിൽ. അവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്, അതിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് നല്ല അല്ലെങ്കിൽ നല്ല ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, അത് നല്ല മണി മേക്കിംഗ് ഐഡിയ എന്ന് ഇവർക്ക് അറിയാം. പക്ഷെ ഇവരുടെ കയ്യിൽ ലാക്ക് ഓഫ് സഫീഷ്യൻറ്റ് മണി, അതായത് പ്ലാൻ ചെയ്താൽ, അതായത് ഫണ്ടിങ് പ്ലാനും അവർക്ക് മണി ഇല്ല അവരുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് മണി എന്താണ്, ഓണ്ടർപ്രണേഴ്സിന് ന്യൂ ബിസിനസ് തുടങ്ങണം, ഇനീഷ്യൽ ഫണ്ട് ക്യാപിറ്റൽ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഈ സ്റ്റേജിൽ കുറച്ച് കാശിന് വേണ്ടിയിട്ട് IDBI സഹായിക്കും. ഈ സ്കീമിനെയാണ് പറയുന്നത് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. അതായത് ഒരു പ്രൊമോട്ടേഴ്സിന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊജക്റ്റ് കിട്ടുകയാണെങ്കിലും കുറച്ച് കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ കാശിന് വേണ്ടിയിട്ടാണുള്ളതാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്കീം എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് എ ന്യൂ ജനറേഷൻ ഓണ്ടർപ്രണേഴ്സ് ഹു ഹാവ് എ ഓണ്ടർപ്രണർഷിപ്പ് ക്വാളിറ്റി ബട്ട് ഹൂസ് ആർ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അതായത് ദോസ് ഹു ഹാവ് ഫിനാൻഷ്യൽ റിസോഴ്സ് ആർ അതായത് ഫിനാൻഷ്യൽ റിസോഴ്സസ് ലിമിറ്റ് ആവുകയും എന്നാൽ ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ലുള്ള ആൾക്കാർക്ക് ന്യൂ ജനറേഷൻ ഓണ്ടർപ്രണേഴ്സിനെ കൊടുക്കുന്ന ഒരു ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് പറഞ്ഞാൽ ഇറ്റ്സ് refers to the initial capital that is required to obtain a loan from the financial institutions. ഓക്കെ, അതായത് സീഡ് ക്യാപിറ്റൽ, അതായത് ഓരോ ഇക്വിറ്റി പോലെ, അതായത് ഇക്വിറ്റി ഓണേഴ്സ് ഫണ്ട് പോലെ. ഒരു ബിസിനസ്സിൽ എൻട്രി ചെയ്യണമെങ്കിൽ ഒത്തിരി കാശ് അവരുടെ കയ്യിൽ വേണം. എന്നാൽ പിന്നെ കുറച്ച് കാശിനെങ്കിൽ തുടങ്ങാം, പിന്നെ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ലോണൊക്കെ ആയിട്ട് കിട്ടും. പക്ഷേ ആ ഇത്തിരി കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട. അതാണ് ഓണ്ടർപ്രണേഴ്സിന് സഫീഷ്യൻറ്റ് ഫണ്ടില്ലാതെ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഓണ്ടർപ്രണേഴ്സിനെ സഹായിക്കുന്നതാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് എലിജിബിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണലി ക്വാളിഫൈഡ്, ആ ഏരിയയിൽ റിലവൻ്റ് ആയിട്ടുള്ള ടെക്നിക്കലും ക്വാളിഫൈഡ് ആയ ഒരാളാണ്. അതേപോലെ അങ്ങനത്തെ ഒരാൾക്കാർ തുടങ്ങുക. നമുക്ക് പറയുന്നത് ന്യൂ ജനറേഷൻ ഓണ്ടർപ്രണേഴ്സ്. സ്മോൾ സ്കെയിൽ ആണെങ്കിൽ സീഡ് ക്യാപിറ്റൽ 4 lakh ഉണ്ട്. എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷനും മോഡേണൈസേഷനും സീഡ് ക്യാപിറ്റൽ കൊടുക്കാറുണ്ട്. സ്മോൾ സ്കെയിൽ ആൻഡ് മീഡിയം സ്കെയിലിൽ ഫസ്റ്റ് ടൈം കൊടുക്കാറുണ്ട്. മീഡിയം സെക്ടറിൽ ഫസ്റ്റ് ടൈമിൽ സ്മോൾ സ്കെയിൽ
സ്കെയിലാണെങ്കിൽ മീഡിയം സ്കെയിൽ ആൻറ്റർപ്രണേഴ്സിന് കൊടുക്കാറുണ്ട്, ഗ്രാജുവേറ്റ്സിന് കൊടുക്കാറുണ്ട്, മീഡിയം സ്കെയിമിന് കൊടുക്കാറുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ അതായത് ഫാക്ടറി നമ്മൾ കുറച്ച് അഡീഷണൽ സീഡ് ക്യാപിറ്റൽ ആവശ്യപ്പെട്ടാൽ അങ്ങനെയും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് സിക്കോ അല്ലെങ്കിൽ ക്ലോസ്ഡ് യൂണിറ്റ്സിനോ അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് പാർട്ണർഷിപ്പ് അവർക്കൊക്കെ ഈ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് അതായത് SS സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂണിറ്റ്സിനെ, ടൈനി ഇൻഡസ്ട്രീസിനേക്കിനെ, വുമൺ ആൻഡ് ഡിഫറെൻറ്റ് ചൈൽഡ് ഇൻഡിവിജ്വൽസിനൊക്കെ കൊടുക്കുന്ന ഒരു സ്കീമാണ് എന്ന് പറഞ്ഞാൽ മാർജിൻ മണി ലോൺ സ്കീം എന്ന് പറയുന്നത്. ഇത് റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് 16 ഈക്വലി ക്വാർട്ടർലി ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞിട്ട് 3 മാസം മുതൽ തുടങ്ങിയാൽ മതി. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 51 മാസത്തിനുള്ളിൽ അവസാനിക്കും വേണം. അതായത് നമ്മൾ എപ്പോഴാണോ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങിച്ചാൽ അതിൻ്റെ 51 മാസം. ഇന്ന് വർക്കിംഗ് ക്യാപിറ്റലിനും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ ലോണും ഉണ്ട്, ടേം ലോണും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്നതാണ് പറഞ്ഞത്. നമുക്കറിയാം ഇനി സിംഗിൾ വിൻഡോ സിസ്റ്റം എന്താണെന്ന് നമുക്ക് പറയാമല്ലോ. സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്തും പല ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി പല സ്ഥലത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സിംഗിൾ വിൻഡോ സിസ്റ്റംസ് ഉണ്ട്. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് വാട്ട് ഈസ് ഗ്രീൻ ചാനൽ സിസ്റ്റം, അങ്ങനെ 2-3 കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഇത് പേജ് നമ്പർ 85 ഗ്രീൻ ചാനൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറയാൻ നൗ ദി ഗ്രീൻ ചാനൽ സിസ്റ്റം ഡസ് നോട്ട് എക്സിസ്റ്റ്, ഇൻസ്റ്റഡ് ഓൺലി സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്ന് പറഞ്ഞ സംഭവം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഗ്രീൻ ചാനൽ സിസ്റ്റം ഇല്ല. ഇത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഗ്രീൻ ചാനൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി DIC എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്ററുകളിലെ ഗ്രീൻ ചാനൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു കൗണ്ടറുണ്ട്. ഈ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനെ ഒരു ഇൻഡസ്ട്രിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ദേ റിക്വയർ ഡിഫറെൻറ്റ് ഏജൻസീസിൽ നിന്നും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിക്വയർഡ് ഇൻ ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കറ്റ്. നമുക്കറിയാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വി റിക്വേർഡ് ലോട്ട്സ് ഓഫ് ലൈസൻസും സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഈ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു സബ്മിറ്റ് ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻ ഫോം ഫോർ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ അപ്ലിക്കേഷൻ ഫോം അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ നെസസറി ആയിട്ടുള്ള ലൈസൻസിൻ്റെ അപ്ലിക്കേഷൻ ഫോമിനും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനും വേണ്ടിയിട്ട് DICയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ആ DIC ടൈം ബൗണ്ടിൽ നമുക്ക് ഈ ഏതൊക്കെ സ്ഥലത്തു നിന്നൊക്കെയാണോ കൺസേൺ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം ആ സ്ഥലത്തു നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ നമുക്ക് തരും. ഓക്കെ, ഇതിനെയാണ് ഗ്രീൻ ചാനൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അത് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആണ്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദേ റിക്വയർ ലോട്ട്സ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ലൈസൻസ് ഫ്രം ദി ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഫോർ ദാറ്റ് പർപ്പസ് വി ഹാവ് ടു സബ്മിറ്റ് സെപ്പറേറ്റ് ഫോം ടു ദി ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണം. അതിന് പകരമായി നമുക്ക് കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടി DICയിലൊരു കൗണ്ടർ ഉണ്ട്. ഇപ്പോൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുക. മുമ്പ് അത് ഗ്രീൻ ചാനൽ സിസ്റ്റം ആയിരുന്നു. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ DIC നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഏതൊക്കെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റിനാണ് നമ്മൾ റിക്വയർ ചെയ്യുന്നത് ആ സർട്ടിഫിക്കറ്റിന് സ്ഥലത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യും. അതാണ് ഇപ്പോൾ ഈ അക്ഷയയിൽ പോയിട്ട് നമുക്ക് എല്ലാ സാധനവും അക്ഷയയിൽ നിന്ന് ചെയ്യാൻ പറ്റില്ലേ. ലൈക്ക് വൈസ് DIC ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോം വേണ്ട സർട്ടിഫിക്കറ്റുകളും ലൈസൻസുകളും ഒക്കെ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ നമുക്ക് DICയിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പറയണത് 2 lakh നമ്മൾ പ്ലാൻ ആൻഡ് മെഷീനറി ആണെങ്കിൽ ഗ്രീൻ ചാനൽ സിസ്റ്റത്തിൽ ലൈസൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്താ പറയുക ഗ്രീൻ ചാനൽ കൗണ്ടറാണ്. അത് ഇഫ് മോർ ദൻ 2 lakh ആണെങ്കിൽ ക്ലിയറൻസ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ബോർഡായിരുന്നു. ഇപ്പോൾ രണ്ടും ഒന്നാണെന്ന് ആണ് നിലവിൽ നമ്മൾ അറിവ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഗ്രീൻ ചാനൽ സിസ്റ്റം അതെന്താണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺട്രപ്രണേഴ്സ് റിക്വയർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കറ്റ്. In order to apply to simplify the procedure, DICs open a separate counter. It's known as single window clearance counter. Earlier this is known as a green channel system. Through this channel the entrepreneurs get
all the necessary certificates and applications, all license and clearance certificate from the concerned agencies in time bound. ഓക്കെ, ഇതാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇതിനെയാണ് ഗ്രീൻ ചാനൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. നമുക്കറിയാം ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു പാലാണല്ലോ. സോ നമുക്കറിയാം മെജോറിറ്റി ഓഫ് ദി ഓണ്ടർപ്രണേഴ്സിനെ ദി ആർ ഇൻട്രസ്റ്റഡ് ആണ്, ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ബേസിക് പ്രോബ്ലം എന്താ, ബ്രിഡ്ജ് അവരതിന് വേണ്ടിയിട്ട് ലോൺ അപ്ലൈ ചെയ്യും. ഓക്കെ, ഒരു ബിസിനസ് യൂണിറ്റ്സിനെ ഫിനാൻസ് ആവശ്യമാണ്. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ ദി ഫോം ഓഫ് ലോൺ കിട്ടാൻ വേണ്ടി ബിസിനസ് യൂണിറ്റ്സ് അപ്ലൈ ചെയ്യും. ഈ അപ്ലൈ ചെയ്യുമ്പോൾ ദേ ഹാവ് ടു വെയിറ്റ് ലോങ് ടൈം ഗ്യാപ്പ്, അതായത് ദേ ഹാസ് എ ലാഗ്, ടൈം ലാഗ് ഉണ്ടാവാറുണ്ട് ഈ ലോൺ സാങ്ഷൻ ചെയ്യുന്നതും അതിൽ നിന്നും അത് ലോൺ കിട്ടണതും തമ്മിൽ. അത് ഞാനൊരു ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് DIC ഒരു ലോൺ വേണം, നമുക്ക് ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ 3, 4, 5 നിങ്ങൾക്കറിയാം ഈ ലൈഫ് മിഷൻ്റെ പദ്ധതിക്കൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും അവർക്ക് ലോൺ അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും കാലം, അത് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ പോലെ. അതുപോലെ ഒരു ലോൺ അപ്ലൈ ചെയ്താൽ ഇറ്റ് ടേക്ക് എ ലോങ് ടൈം ലാഗ് ഉണ്ടാവാറുണ്ട്. ഈ ടൈം ലാഗിൻ്റെ പീരീഡിൽ നമുക്ക് ആവശ്യമുള്ള, അതായത് ബിസിനസ്സിന് ആവശ്യമുള്ള അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്, ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇങ്ങനെ വെറുതെ കൊടുക്കുന്നില്ല. ആ ബ്രിഡ്ജ് ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ അവർ നമുക്ക് ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ കൊളാട്രൽ സെക്യൂരിറ്റിയുടെ 80% കൊളാട്രൽ സെക്യൂരിറ്റിയുടെ മുകളിൽ തരും. അതുപോലത്തെ പേഴ്സണൽ പർപ്പസിന് നമുക്ക് വേണമെങ്കിൽ ബ്രിഡ്ജ് ക്യാപിറ്റൽ യൂസ് ചെയ്യാം. ഈ ബ്രിഡ്ജ് ക്യാപിറ്റൽ ഷോർട്ട് ടേം പീരീഡാണ് ബാങ്ക് ലോൺ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള പീരീഡിൽ. അപ്പോൾ ഒരു ബാങ്കിൻ്റെ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് പീരീഡിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ ലോൺ അപ്ലൈ ചെയ്തു, അപ്പോൾ നമുക്ക് ലോൺ കിട്ടാൻ കുറച്ച് സമയം പിടിക്കും. ആ ലോണിൻ്റെ പീരീഡിൽ നമുക്ക് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് നമുക്കൊരു ഷോർട്ട് ടേമിൽ ലോൺ അപ്ലൈ ചെയ്ത് തരും. അതിനെയാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 80% വരെ കിട്ടും. ബോറോവേഴ്സിന് ഡിലേ, അതായത് നമുക്ക് സാങ്ഷൻ ലോൺ കിട്ടാനുള്ള ഡിലേ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ, ബ്രിഡ്ജ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജ് ക്യാപിറ്റൽ ഇസ് എ ബ്രിഡ്ജസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ടൈം ഓഫ് സാങ്ഷനിങ് ഓഫ് എ ലോൺ ആൻഡ് ദി ടൈം ഓഫ് റിസീവിങ് ദി ലോൺ. ടൈം സാങ്ഷൻ ചെയ്യുന്നതും ടൈം റിസീവ് ചെയ്യുമ്പോൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കാനാണ് എന്താണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നോർമലി കമ്പനീസ് ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോൺ യൂസ് ചെയ്യാറ്. നമുക്ക് കൊളാട്രൽ സെക്യൂരിറ്റി 80% തരാറുണ്ട്. ഷോർട്ടർ പീരീഡിലേക്ക് തരിക, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് തരിക, പേഴ്സണൽ പർപ്പസ് വേണമെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ളതൊരു നോട്ട്സാണ്. ഇത് മനസ്സിലായോ? ഇപ്പോൾ 2 കാര്യങ്ങൾ ഇന്നത്തെ നോട്ട് ക്ലാസ്സിൽ പറഞ്ഞു. ഗ്രീൻ ചാനൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബാങ്കിന് ആവശ്യമുള്ള, അതായത് ഒരു ഓണ്ടർപ്രണർക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് പല സ്ഥലത്തും സാങ്ഷൻ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഫുഡിന് സാങ്ഷൻ വേണം, ലൈസൻസ്, രജിസ്ട്രേഷന്, അങ്ങനെ കുറേ കാര്യങ്ങൾ പല സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ട്. എല്ലാ സർട്ടിഫിക്കറ്റിലും ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, ഇനിയാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. നമുക്കറിയാം സീഡ് വിത്ത് വേണമല്ലോ. സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IDBI ആണ് നമുക്ക് ഈ എന്താണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ബാങ്കിൽ നിന്ന് ഫിനാൻസ് വേണം. അപ്പോൾ നമ്മളുടെ ഒരു ഫണ്ടിൻ്റെ എല്ലാ 100% ആര് തരില്ല, ബാങ്ക് തരില്ല. നമുക്കറിയാം ഒരു ഹൗസിംഗ് ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാർ ലോൺ അപ്ലൈ ചെയ്താലും 80% അവർ തരുള്ളൂ. നമ്മളുടെ കയ്യിൽ 20% വേണം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നല്ല സ്കില്ലുണ്ട്, ഓണ്ടർപ്രണേഴ്സിന് നല്ല സ്കില്ലുണ്ട്, പക്ഷെ അവർക്ക് എന്തുണ്ടാവില്ല, സഫീഷ്യൻറ്റ് മണി ഇല്ലെന്ന് വിചാരിക്കുക അവരുടെ കയ്യിൽ. അവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്, അതിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് നല്ല അല്ലെങ്കിൽ നല്ല ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, അത് നല്ല മണി മേക്കിംഗ് ഐഡിയ എന്ന് ഇവർക്ക് അറിയാം. പക്ഷെ ഇവരുടെ കയ്യിൽ ലാക്ക് ഓഫ് സഫീഷ്യൻറ്റ് മണി, അതായത് പ്ലാൻ ചെയ്താൽ, അതായത് ഫണ്ടിങ് പ്ലാനും അവർക്ക് മണി ഇല്ലേ അവരുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് മണി എന്താണ്, ഓണ്ടർപ്രണേഴ്സിന് ന്യൂ ബിസിനസ് തുടങ്ങണം, ഇനീഷ്യൽ ഫണ്ട് ക്യാപിറ്റൽ അവരുടെ കയ്യിലില്ലെങ്കിൽ ഈ സ്റ്റേജിൽ കുറച്ച് കാശിന് വേണ്ടിയിട്ട് IDBI സഹായിക്കും. ഈ സ്കീമിനെയാണ് പറയുന്നത് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. അതായത് ഒരു പ്രൊമോട്ടേഴ്സിന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്ന് പ്രൊജക്റ്റ് കിട്ടുകയാണെങ്കിലും കുറച്ച് കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ കാശിന് വേണ്ടിയിട്ടുള്ളതാണ്
സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്കീം എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് എ ന്യൂ ജനറേഷൻ ഓണ്ടർപ്രണേഴ്സ് ഹൂ ഹാവ് എ ഓണ്ടർപ്രണർഷിപ്പ് ക്വാളിറ്റി ബട്ട് ഹൂസ് ആർ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അതായത് ദോസ് ഹു ഹാവ് ഫിനാൻഷ്യൽ റിസോഴ്സ് ആർ ലിമിറ്റഡ് അതായത് ഫിനാൻഷ്യൽ റിസോഴ്സസ് ലിമിറ്റ് ആവുകയും എന്നാൽ ഓണ്ടർപ്രണർഷിപ്പ് സ്കില്ലുള്ള ആൾക്കാർക്ക് ന്യൂ ജനറേഷൻ ഓണ്ടർപ്രണേഴ്സിനെ കൊടുക്കുന്ന ഒരു ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് പറഞ്ഞാൽ ഇറ്റ്സ് റെഫേഴ്സ് ടു ദി ഇനീഷ്യൽ ക്യാപിറ്റൽ ദാറ്റ് ഈസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ എ ലോൺ ഫ്രം ദി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അതായത് സീഡ് ക്യാപിറ്റൽ അതായത് ഓരോ ഇക്വിറ്റി പോലെ, അതായത് ഇക്വിറ്റി ഓണേഴ്സ് ഫണ്ട് പോലെ ഒരു ബിസിനസ്സിൽ എൻട്രി ചെയ്യണമെങ്കിൽ ഇത്തിരി കാശ് അവരുടെ കയ്യിൽ വേണം. എന്നാൽ പിന്നെ കുറച്ച് കാശിനെങ്കിൽ തുടങ്ങാം, പിന്നെ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ലോണൊക്കെ ആയിട്ട് കിട്ടും. പക്ഷേ ആ ഇത്തിരി കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട. അതാണ് ഓണ്ടർപ്രണേഴ്സിന് സഫിഷ്യൻറ്റ് ഫണ്ടില്ലാതെ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഓണ്ടർപ്രണേഴ്സിനെ സഹായിക്കുന്നതാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് എലിജിബിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണലി ക്വാളിഫൈഡ് റിലവൻറ്റ് ആ ഏരിയയിൽ റിലവൻ്റ് ആയിട്ടുള്ള ടെക്നിക്കലും ക്വാളിഫൈഡ് ആയ ഒരാളാണ്. അതേപോലെ അങ്ങനത്തെ ഒരാൾക്കാർ തുടങ്ങുക. നമുക്ക് പറയുന്നത് ന്യൂ ജനറേഷൻ ഓണ്ടർപ്രണേഴ്സ് സ്മോൾ സ്കെയിൽ ആണെങ്കിൽ സീഡ് ക്യാപിറ്റൽ 4 lakh ഉണ്ട്. എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷനും മോഡേണൈസേഷനും സീഡ് ക്യാപിറ്റൽ കൊടുക്കാറുണ്ട്. സ്മോൾ സ്കെയിൽ ആൻഡ് മീഡിയം സ്കെയിലിൽ ഫസ്റ്റ് ടൈം കൊടുക്കാറുണ്ട്. മീഡിയം സെക്ടറിൽ ഫസ്റ്റ് ടൈമിൽ സ്മോൾ സ്കെയിൽ ആണെങ്കിൽ മീഡിയം സ്കെയിൽ ഓണ്ടർപ്രണേഴ്സിന് കൊടുക്കാറുണ്ട്. ഗ്രാജുവേറ്റ്സിന് കൊടുക്കാറുണ്ട്. മീഡിയം സ്കെയിമിന് കൊടുക്കാറുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ അതായത് ഫാക്ടറി നമ്മൾ കുറച്ച് അഡീഷണൽ സീഡ് ക്യാപിറ്റൽ ആവശ്യപ്പെട്ടാൽ അങ്ങനെയും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് സിക്കോ അല്ലെങ്കിൽ ക്ലോസ്ഡ് യൂണിറ്റ്സിനോ അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് പാർട്ണർഷിപ്പ് അവർക്കൊക്കെ ഈ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് അതായത് SS സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂണിറ്റ്സിനെ, ടൈനി ഇൻഡസ്ട്രീസിനേക്കിനെ, വുമൺ ആൻഡ് ഡിഫറെൻറ്റ് ചൈൽഡ് ഇൻഡിവിജ്വൽസിനൊക്കെ കൊടുക്കുന്ന ഒരു സ്കീമാണ് എന്ന് പറഞ്ഞാൽ മാർജിൻ മണി ലോൺ സ്കീം എന്ന് പറയുന്നത്. ഇത് റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് 16 ഈക്വലി ക്വാർട്ടർലി ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞിട്ട് 3 മാസം മുതൽ തുടങ്ങിയാൽ മതി. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 51 മാസത്തിനുള്ളിൽ അവസാനിക്കും വേണം. അതായത് നമ്മൾ എപ്പോഴാണോ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങിച്ചാൽ അതിൻ്റെ 51 മാസം. ഇന്ന് വർക്കിംഗ് ക്യാപിറ്റലിനും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ ലോണും ഉണ്ട്, ടേം ലോണും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്നതാണ് പറയുന്നത്. നമുക്കറിയാം ഇനി സിംഗിൾ വിൻഡോ സിസ്റ്റം എന്താണെന്ന് നമുക്ക് പറയാമല്ലോ. സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്തും പല ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി പല സ്ഥലത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സിംഗിൾ വിൻഡോ സിസ്റ്റംസ് ഉണ്ട്. ഈ